എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മഹത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമ്മുടെ സാംസ്കാരിക മന്ത്രിയും ഫിഷറീസ് മന്ത്രിയും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ യുവജനകാര്യ വകുപ്പ് മന്ത്രിയും കൂടി ആയിട്ടുള്ള സജി ചെറിയാന്റെ വാക്കുകളാണ്. കേരള PSC എഴുതി ജോലിയിൽ കയറുന്ന കാലം കഴിഞ്ഞു, അതിനേക്കാളും അഭിമാനമുള്ള ജോലി എന്ന് പറയുന്നത് മീൻ കച്ചവടമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. 4-5 വർഷവും പഠിച്ച് ഒരു PSC ടെസ്റ്റ് എഴുതി കയറിയിട്ട് റാങ്ക് ലിസ്റ്റും വരുന്നവർക്ക് അഭിമാനമുള്ള ജോലി മീൻ കച്ചവടമാണോ PSCയിൽ എഴുതിയിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ ജോലിയാണോ എന്നുള്ള കാര്യം ഒരു യുവാവിന് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തായാലും മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഫിഷറീസ് മന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം ഒന്ന് നല്ല രീതിയിൽ മീൻ കച്ചവടം ചെയ്ത് കാണിച്ചു തരിക. അതിനുശേഷം നമ്മൾ PSC എഴുതുന്ന പിള്ളേരെല്ലാം കൂടി എന്ത് ചെയ്യാം, നിങ്ങളുടെ പുറകെ മീൻ കച്ചവടത്തിന് വരാം. അതേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസറിന്റെ നിയമനത്തിനെതിരെ നിങ്ങൾ കാണിക്കുന്ന അനാസ്ഥയെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സമരമുറകൾ നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ കേരളത്തിന്റെ ഹൃദയഭാഗമായിട്ടുള്ള തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഇത്രയും സമരം ഏകദേശം 5 സ്റ്റെപ്പായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സമരമുറകൾ നിങ്ങൾ എന്തുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല? അതോ ഇനിയിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിരാഹാര സമരം, അനിശ്ചിതകാലമായിട്ടുള്ള ഈ പറയുന്ന സമരം, അത് ചെയ്ത് ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിയുടെ ജീവൻ പോയതിനു ശേഷം മാത്രമേ നിങ്ങൾ അത് മൈൻഡ് ചെയ്യത്തുള്ളൂ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? എന്താണ്? ഒരു സാധാരണക്കാരൻ PSC ടെസ്റ്റ് എഴുതി കയറണമെങ്കിൽ, അതിലും ഞാൻ ഈ പറയുന്നു സിവിൽ പോലീസ് ടെസ്റ്റ് എഴുതിയതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ടെസ്റ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന 2019 നടത്തിയിട്ടുണ്ടായിരുന്ന ഈ 530/2019 എന്ന് പറയുന്ന ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിനെ ടെസ്റ്റ് എഴുതി കയറിയവരാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പരീക്ഷ എഴുതി പോലീസ് ടെസ്റ്റ് എഴുതി കയറിയത്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രിലിംസ് എഴുതി, അതിനുശേഷം മെയിൻസ് എഴുതി, അതിനുശേഷം പിന്നെ ഫിസിക്കല്, ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കാലത്ത് ഇല്ലാതിരുന്ന ഈ പറയുന്ന തുഗ്ലക് പരിഷ്കാരമായിട്ടുള്ള പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ആന മണ്ടത്തരവും കൂടി കൊണ്ടുവന്ന് ഉദ്യോഗാർത്ഥികളുടെ ഏകദേശം 5 വർഷത്തോളം നിങ്ങൾ നശിപ്പിച്ചു. എന്നിട്ടും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കി അതില് ഓരോ ബറ്റാലിയനിലും എത്ര പേരെ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കോമഡി. 13,000 പേരുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം 21% ആൾക്കാർക്ക് മാത്രമാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു? അതിലും നമ്മുടെ കഴിഞ്ഞ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ലിസ്റ്റ് വെട്ടിച്ചുരുക്കുന്നത് അതിലുള്ള എല്ലാവർക്കും നിയമനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. നിങ്ങൾ എല്ലാവർക്കും കൊടുക്കണ്ട, 21% എന്ന് പറയുന്ന ഈ ഒരു നിയമനത്തിന്റെ കാര്യം നിങ്ങൾക്കൊരു 50, 60, 70% ആക്കാൻ പറ്റത്തില്ലേ? അതിൽ ഈ മണ്ടന്മാരല്ല PSC എഴുതി കയറുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നിലവില് ഇപ്പൊ ഈ പ്ലക്കാർഡും പിടിച്ച് കൊടിയും പിടിച്ച് സമരത്തിന് വേണ്ടി ഇരിക്കുന്ന ഇത്രയും ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഒരിക്കലും മണ്ടന്മാരല്ല. അവർക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നേടാൻ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടല്ല അവർ സമരത്തിന് പോകുന്നത്. അവർ ഈ പറയുന്ന കണക്കിന് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിനേക്കാളും 50, 60 മാർക്ക്, അല്ലെങ്കിൽ ഏകദേശം 50, 60 മാർക്ക്, ആ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 10, 20 മാർക്കോളം കട്ട് ഓഫിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിച്ചവർക്ക് നിലവിൽ റാങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവണത എന്തുകൊണ്ടാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്? അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും അവരതൊന്നും മൈൻഡ് ചെയ്യാതെ പുതിയ നിയമനത്തിന്റെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. എന്നിട്ട് ഈ പറയുന്ന പുതിയ നിയമനത്തിൽ എത്ര പേർക്കാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് പോകുന്നത്? എന്തിനാണ് ഉദ്യോഗാർത്ഥികളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്നത്? ഒരു കാര്യം എനിക്ക് കൈകൂപ്പി പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദയവ് ചെയ്ത് യുവജനങ്ങളെ പറ്റിക്കരുത്. നാട്ടുകാരെ പറ്റിക്കുന്നത് ഓക്കെ, ഈ പറയുന്ന ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു തലമുറയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ട് പോകുന്നത്. കാര്യം ബാക്കിയുള്ളവരൊക്കെ കളിച്ചും ചിരിച്ചും കൂട്ടുകാരോടി കറങ്ങിയും ഒക്കെ നടക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു സെക്ഷനോ ആൾക്കാർ ഈ PSCയെ വിശ്വസിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സുതാര്യമായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് നമ്മുടെയൊക്കെ മുഖ്യമന്ത്രി പറയുന്ന നമ്മുടെ കേരള PSCയെ വിശ്വസിച്ച് ഒരു കൂട്ടം യുവാക്കൾ അതിന്റെ പുറകെയുണ്ട്. ദയവ് ചെയ്ത് അവരെ മണ്ടന്മാരാക്കരുത്. അവരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, വളരെ വിരലിനെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഈ പറയുന്ന CPOയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനായിട്ടുള്ളത്. ദയവ് ചെയ്ത് ഉദ്യോഗാർത്ഥികളെ മണ്ടന്മാരാക്കരുത്. അവിടെ ചെന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടാൽ തന്നെ നമ്മുടെ ആ ഒരു വാർത്തകൾ കണ്ടാൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സ് അത്രയും വിഷമത്തിലായിപ്പോകും. കാര്യം ഒരുപാട് ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ സോഷ്യലിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ് ഈ പറയുന്ന ജോലിയുടെ പുറകെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നവർ. അതിൽ തന്നെ ഈ നിയമനം ലഭിച്ചിട്ടുള്ള 21% എന്ന് പറയുന്ന 21% ഉണ്ടല്ലോ, ഈ 13,000 റാങ്ക് ലിസ്റ്റിൽ ഇപ്പൊ നിയമനം അല്ലെങ്കിൽ നിലവിൽ നിയമനം ലഭിച്ചിട്ടുള്ളവര്, അതില് ഈ പറയുന്ന നിയമനം ലഭിക്കാൻ വേണ്ടി തന്നെ അവർ ചെലവാക്കിയത് ഒരുപാട് കാശാണ്. കാര്യം ഈ പറയുന്ന നോൺ ജോയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച്
അതിൽ നിന്ന് ഈ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ കണ്ടുപിടിച്ച് അവരെ ഇന്ന് ഈ പറയുന്ന നോൺ ജോയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുത്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നിയമനം ഇപ്പോൾ നിലവിലുള്ള അത്രയെങ്കിലും ആക്കിയെടുത്തത്. ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ഇതൊക്കെ സർക്കാർ ചെയ്തു തരേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് ഇതിനെതിരെ ഒരു അനാസ്ഥ നമ്മുടെ നിലവിലത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിലനിൽക്കുന്നു? ഓരോ ഉദ്യോഗാർത്ഥികളുടെയും 5 വർഷം 4 വർഷമൊക്കെ കളഞ്ഞിട്ടാണ് അവർ ഈ പറയുന്ന ലിസ്റ്റിലേക്ക് ചെന്നെത്തുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ലിസ്റ്റിനകത്തോട് ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ടോപ്പിക് കൂടി നമുക്ക് പഠിക്കണം. ഞാൻ തന്നെ നിങ്ങൾക്ക് ഏകദേശം 30ഓളം ക്ലാസ്സുകളാണ് സ്പെഷ്യൽ ടോപ്പിക്കുകൾ. സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടിയിട്ട് 30ഓളം ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത്, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ റാങ്ക് ലിസ്റ്റിലോട്ട് വന്നു ചേരുന്നതെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന 13,000ന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 60% 70% നിയമനം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും അതിൽ മാക്സിമം നിയമനം കൊടുത്തതിന് ശേഷം പുതിയ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരിക. ഓക്കെ, അല്ലാതെ ഉദ്യോഗാർത്ഥികളെ മണ്ടന്മാരാക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ നോക്കുകുത്തികളാക്കുന്ന ഈ ഒരു പരിപാടി ഒരുപാട് ദോഷം ചെയ്യും. ഓക്കെ, ഈ പറയുന്ന ഇലക്ഷന് മാത്രം മുന്നിൽ വന്ന് കൈനീട്ടുന്ന സ്വഭാവമാണ് ഇപ്പൊ നിലവിലുള്ളത്. ദയവ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലോട്ട് കാര്യങ്ങൾ പോകും. ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കേരള PSC-യിലെ ഒരു വിശ്വാസം, ഇപ്പോഴും പറയുന്നു, കുറച്ച് വിശ്വാസം നമുക്കുണ്ട്. ദയവ് ചെയ്ത് ആ വിശ്വാസത്തിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്രയൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ പറയുന്ന നമ്മുടെ ഈ ഇദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും ഈ വാർത്ത നമ്മുടെ ന്യൂസ് ചാനൽ തുറക്കുമ്പോൾ തന്നെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കാണിക്കുന്ന ഈ പരിപാടികളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊന്നും സംസാരിക്കാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. കാര്യം പഠിച്ച റാങ്ക് ലിസ്റ്റിലോട്ട് വന്നാൽ മാത്രം പോരാ, ഇനി പഴയ മറ്റേ സമരമുറകളും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. ഗൊറില്ല യുദ്ധത്തിന്റെ സമരമുറകൾ വരെ ഇപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. ഇതൊന്നും നമ്മൾ നിങ്ങളുടെ ആരെയും വീട്ടിൽ ചെന്നിട്ട് പിന്നാമ്പുറത്ത് 5 സെന്റ് ദാനം തരുമോ ഇഷ്ടദാനം തരുമോ എന്ന് ചോദിച്ച് കൈനീട്ടല്ല ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് നേടിയ അർഹതയുള്ള ജോലിയുടെ കാര്യത്തിനാണ് സംസാരിക്കുന്നത്. കഷ്ടപ്പെട്ട് നേടിയ അർഹതയുള്ള ജോലിയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. ഇതെന്തായാലും എനിക്ക് സംസാരിച്ചേ തീരുള്ളൂ. കാര്യം ഞാൻ ഈ പറയുന്ന കണക്കിന് നിങ്ങൾക്ക് ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടി തന്നെ ഞാൻ ഒരുപാട് ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തു തന്നതാണ്. അപ്പൊ എനിക്കിത് സംസാരിക്കേണ്ട അധികാരം ഉണ്ട് എന്നുള്ള ഒരു ആധികാരികതയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കുക. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഉദ്യോഗാർത്ഥികളെ മണ്ടന്മാരാക്കരുത്. അപ്പോൾ വാർത്ത എത്തിക്കേണ്ടവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ദയവ് ചെയ്ത് ഈ പറയുന്ന ന്യൂസ് ചാനൽസ്, നമുക്കറിയാം 24-ന്റെയും അതുപോലെ തന്നെ എല്ലാ ന്യൂസ് ചാനൽസും ഓൾറെഡി പറഞ്ഞതാണ്, എന്നിട്ടും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ മാക്സിമം നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെയൊക്കെ ലൈവ് ഒക്കെ വരാൻ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്യുക. അങ്ങനെയെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. ബൈ ബൈ.